ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. കോൺഗ്രസിൽ നിന്ന് അമർ സിംഗ്, ശശി തരൂർ, മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, ആനന്ദ് ശർമ്മ എന്നിവർ മാത്രമാണ് പട്ടികയിലുള്ളത്. ഡോക്ടർ ശശി തരൂർ MP നയിക്കുന്ന സംഘം US, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകളിൽ ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രം. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, പട്ടികയിലുള്ള നേതാക്കൾ ഏതൊക്കെ രാജ്യങ്ങളിൽ സന്ദർശിക്കും? മലയാളികളടക്കമുള്ളവർ. ഒപ്പം കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നിന്ന് ഒറ്റപ്പേര് മാത്രം അധികമായി സ്വീകരിക്കുന്നു, അല്ലേ? നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂർ അതിനപ്പുറത്തേക്ക് തീവ്രവാദം പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരെ എല്ലാം സന്ദേശം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയുടെ സർവകക്ഷി സംഘം ഈ ലോകരാഷ്ട്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പര്യടനം നടത്താനായി ഒരുങ്ങുന്നത്. അതിന്റെ ഒരു പൂർണ്ണ വിവരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കോൺഗ്രസിൽ നിന്ന് അമർ സിംഗ്, ശശി തരൂർ, മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, ആനന്ദ് ശർമ്മ എന്നിവരാണ് ഈ പട്ടികയിൽ ഇടം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഈ സൽമാൻ ഖുർഷിദ് ഈ ഒരു ക്ഷണം നിരസിച്ചത് നേരത്തെ തന്നെ വന്നതാണ്. പിന്നെയുള്ളത് ഈ ശശി തരൂർ നയിക്കുന്ന സംഘം സന്ദർശിക്കുക US, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളായിരിക്കും എന്നതാണ് ഈ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട പട്ടികയിൽ പറയുന്നത്. കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകളിൽ ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രമാണ് എന്നതും ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ET മുഹമ്മദ് ബഷീർ UAE, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സംഘത്തിലായിരിക്കും ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടുക. ഈജിപ്ത്, എത്യോപ്യ, ഖത്തർ, സൗത്ത് ആഫ്രിക്ക സംഘത്തിൽ B മുരളീധരനായിരിക്കും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള നേതാവ്. ഇന്തോനേഷ്യ, മലേഷ്യ, കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ സംഘത്തിൽ ജോൺ ബ്രിട്ടാസും ഉൾപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നൽകിയ പേരുകളിൽ നിന്ന് ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരുടെ പേരുകൾ സർക്കാർ ഒഴിവാക്കി. അതാണ് നേരത്തെ വിവാദത്തിലേക്ക് എത്തിയത്. അതായത് ഈ സർവകക്ഷി സംഘവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ചില പേരുകൾ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത് ശശി തരൂരിനെയായിരുന്നു. എന്തായാലും ശശി തരൂർ ഇപ്പോൾ നയിക്കാൻ ഒരുങ്ങുന്നത് US, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്ന രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെയായിരിക്കും ശശി തരൂർ MP നയിക്കുക എന്നത്. അച്യുതൻ, നേരത്തെ തന്നെ ഈ കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകളല്ല കേന്ദ്ര സർക്കാരിന് സ്വീകാര്യമായത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് ശശി തരൂരിനെ ബന്ധപ്പെടുന്നു. ആ കാര്യം ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ പേരുകൾ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നു, കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നു. കേന്ദ്ര സർക്കാർ മറ്റ് കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വാഭാവികമായും കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഗോകുൽ, നമ്മൾ ആ പട്ടിക പരിശോധിക്കുമ്പോൾ ആ കൂടെ കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകളിൽ ഒരു പേര് മാത്രം, അതായത് ആനന്ദ് ശർമ്മയുടെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ആരുടെ പേരും തന്നെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തില്ല. മറിച്ച് ശശി തരൂരിന് നേരിട്ട് ഒരു ക്ഷണം നൽകുകയും അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. എന്തായാലും അതിലിപ്പോൾ ശശി തരൂർ സ്വന്തമായി തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ മാധ്യമങ്ങളിൽ പ്രതികരിച്ച ഘട്ടത്തിൽ അദ്ദേഹം അറിയിച്ചത് താൻ ആ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു. അത് പാർട്ടി നിർദ്ദേശത്തിനേക്കാൾ അദ്ദേഹം വ്യക്തിപരമായി കൂടി ആ ഒരു ക്ഷണത്തെ സ്വീകരിക്കുകയായിരുന്നു. എന്തായാലും ശശി തരൂറാണ് ഇപ്പോൾ ഈ US, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ സംഘത്തെ നയിക്കുന്നത്. ഇതിന് പിന്നാലെ കോൺഗ്രസ് ആരോപിച്ചത് ഇതിൽ കേന്ദ്ര സർക്കാർ ഒരു രാഷ്ട്രീയം കളിക്കുന്നു എന്നായിരുന്നു കോൺഗ്രസ് ആരോപിച്ചത്. എന്തായാലും ഈ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആനന്ദ് ശർമ്മയെ മാത്രം എന്നാണ്. ഒപ്പം തന്നെ സർവകക്ഷി സംഘത്തിലേക്കുള്ള കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിന്റെ ക്ഷണം അത് അദ്ദേഹം നിരസിച്ചിട്ടുമുണ്ട്. ഗോകുൽ, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ശശി തരൂർ ഈ സംഘത്തിനൊപ്പം പോകും എന്നത് അദ്ദേഹം നയിക്കുകയാണ്, US-ലേക്കുള്ള, പനാമയിലേക്കുള്ള സംഘത്തെ. അപ്പോൾ മറ്റ് കോൺഗ്രസ് നേതാക്കൾ അത് കോൺഗ്രസ് വെച്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ലിസ്റ്റിൽ നിന്നല്ല, അതിൽ നിന്ന് ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് സ്വാഭാവികമായും കോൺഗ്രസിനുള്ളിൽ കൂടുതൽ ഈ കാര്യത്തിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്.